ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുസ്തക വീട്ടിലേക്ക് സ്വാഗതം. പ്രണയം എന്താണെന്ന് ചോദിച്ചാൽ പലവർക്കും പല കാഴ്ചപ്പാടാണ് ഉണ്ടാവുക. ആ പ്രണയത്തിൽ പാലിക്കേണ്ട നിയമങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം ആളുകൾക്കും അറിയാൻ സാധിക്കില്ല. പ്രണയത്തിൻ്റെ 40 നിയമങ്ങളെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും സെൽഫ് ഡിസ്കവറിയെക്കുറിച്ചുമൊക്കെ പറയുന്ന എലിഫ് ഷഫാക്കിൻ്റെ ദ 40 റൂൾസ് ഓഫ് ലവ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷയാണ് 40 പ്രണയ നിയമങ്ങൾ. എന്താണ് ഈ 40 നിയമങ്ങൾ എന്ന് ഞാൻ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. അതിനു മുൻപ് എന്താണ് ഈ നോവൽ എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു നോവലിനുള്ളിലെ നോവലാണെന്ന് ഇതിനെ പറയാനായിട്ട് കഴിയും. 2 വ്യത്യസ്ത കഥകളെയും സംസ്കാരങ്ങളെയും സമാന്തരമായിട്ട് പറഞ്ഞു പോകുന്ന ഒരു നോവലാണിത്. എന്നാൽ പ്രണയത്തെക്കുറിച്ച് മാത്രം പറയുന്ന ഒരു നോവലല്ല, അല്ലെങ്കിൽ പ്രണയത്തിനും ഒരു ആത്മീയമായിട്ടുള്ള തലമുണ്ടെന്ന് കാണിച്ചു തരുന്ന ഒരു നോവലാണിത്. കുടുംബജീവിതത്തിലെ സന്തോഷങ്ങളൊന്നും ലഭിക്കാതെ 40 വയസ്സുകാരിയായ എല്ല റൂബൻസ്റ്റൈൻ ഒരു ലിറ്റററി ഏജൻസിക്ക് വേണ്ടി വായനക്കാരുടെ ജോലി ഏറ്റെടുക്കുകയും അതിലൂടെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളുമാണ് ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത്. അസീസ് സഹറ എന്ന് പറയുന്ന നവാഗത നോവലിസ്റ്റാണ് എല്ല വായിക്കുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത്. ആദ്യമൊക്കെ ആ നോവൽ വായിക്കാൻ താല്പര്യം കാണിക്കുന്നില്ലെങ്കിലും പിന്നീട് ആ ഒരു നോവലിനുള്ളിലെ ലോകത്തിൽ മുഴുകി പോവുകയാണ് എല്ല ചെയ്യുന്നത്. 13-ാം നൂറ്റാണ്ടിലെ കവി റൂമിയെയും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സൂഫി അധ്യാപകനായ ഷംസ് ഓഫ് തബ്രീസിനെയും കുറിച്ചിട്ടുള്ള കൗതുകകരമായിട്ടുള്ള ഒരു നോവലാണ് എല്ല വായിക്കുന്നത്. പിന്നീട് എല്ല ആ നോവലിലും അതെഴുതിയ വ്യക്തിയിലും ആകൃഷ്ടയാവുകയാണ് ചെയ്യുന്നത്. അയാളുമായി അവളൊരു ഇമെയിൽ പ്രണയബന്ധം തന്നെ ആരംഭിക്കുന്നുണ്ട്. പിന്നീട് യാതൊരു തരത്തിലുള്ള സ്നേഹവുമില്ലാത്ത ഒരു സാധാരണ ജീവിതത്തിൽ എന്തുകൊണ്ട് താൻ കുടുങ്ങിക്കിടക്കുന്നു എന്ന് അവൾ സ്വയം ചോദിക്കാൻ തുടങ്ങുകയാണ്. എല്ല വായിക്കുന്ന കഥയുടെ പ്രധാന കഥാപാത്രം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഷംസ് ഓഫ് തബ്രീസ് ആണ്. സമൂഹത്തിലെ എല്ലാതരം മുൻവിധികളെയും, അതായത് സാമൂഹികവും മതപരവുമായ കാര്യങ്ങളെയും എല്ലാം വെല്ലുവിളിക്കുന്ന ഒരാളാണ് അദ്ദേഹം. താൻ പഠിപ്പിക്കാനായിട്ട് വിധിക്കപ്പെട്ടിട്ടുള്ള ആളെ തിരഞ്ഞു നടക്കുന്ന അദ്ദേഹം റൂമിയിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. റൂമിയെ സ്നേഹത്തിൻ്റെ ശബ്ദമായിട്ടുള്ള ഒരു മഹാകവിയാക്കി മാറ്റുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. റൂമി സമൂഹത്തിൽ വളരെയധികം ആരാധിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഷംസിനോട് റൂമിയുടെ കുടുംബത്തിനും സമൂഹത്തിനും ഒരു നീരസം കാണിച്ചിരുന്നു. ഷംസ് റൂമിയെ തൻ്റെ ജീവിതശൈലിയുടെ അല്ലെങ്കിൽ സുഖസൗകര്യങ്ങൾക്കപ്പുറത്ത് അഹങ്കാരമില്ലാത്ത ഒരു ലോകത്തിലേക്ക് നയിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഷംസും അസീസുമായുള്ള ബന്ധത്തിലൂടെ റൂമിയും എല്ലയും പ്രണയത്തിൻ്റെ സന്തോഷം, അതിൻ്റെ അനിശ്ചിതത്വം, ഹൃദയവേദന എന്നിവയെക്കുറിച്ചെല്ലാം പഠിക്കുകയും സ്വന്തം ജീവിതത്തിൻ്റെ സുരക്ഷയെ ചോദ്യം ചെയ്യാനും പിന്നീട് അത് ഉപേക്ഷിക്കാനുമെല്ലാം തയ്യാറാവേണ്ടി വരുന്നുണ്ട്. എന്നാൽ ഷംസിനോ അസീസിനോ ഇവർക്ക് യാതൊരു തരത്തിലുള്ള ഉറപ്പും നൽകാൻ കഴിയുന്നില്ല. അവർക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് യഥാർത്ഥ സ്നേഹം എന്താണെന്ന് പറഞ്ഞു കൊടുക്കലാണ്. അതിനിടയിലാണ് ഷംസ് സ്നേഹത്തിൻ്റെ 40 നിയമങ്ങൾ റൂമിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. സാമൂഹികവും മതപരവുമായ എല്ലാതരം കൺവെൻഷനുകളെയും ഷംസ് ആവർത്തിച്ച് ധിക്കരിക്കുന്നതിനോടൊപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനികളിൽ ഒരാളാകാൻ റൂമിയെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ അസീസും ഇമോഷണലിയും സ്പിരിച്വലിയും തന്നെ ശ്വാസം മുട്ടിക്കുന്ന ഒരു വിവാഹത്തിൽ നിന്നും പുറത്തു കടക്കാൻ എല്ലയെ പ്രചോദിപ്പിക്കുന്നു. ഒരു യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ കരുതുന്നത് പോലെ അല്ലെന്നും അങ്ങനെ ജീവിക്കാനായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരുമെന്നും നോവലിൽ പറയുന്നുണ്ട്. ഇനി ഷംസ് റൂമിക്ക് പറഞ്ഞു കൊടുക്കുന്ന 40 പ്രണയ നിയമങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് തോന്നുന്ന പ്രണയം എന്നതിലുപരി നമുക്ക് നമ്മളോട് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനോട് തന്നെ തോന്നേണ്ട സ്നേഹത്തെക്കുറിച്ചാണ്, അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ കയ്യിൽ നമ്മുടെ വർത്തമാനകാലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഷംസ് റൂമിക്ക് ആദ്യമായി പറഞ്ഞു കൊടുക്കുന്നത്. ദൈവത്തിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല വഴി സ്നേഹമാണെന്നും മറ്റുള്ളവരിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല വഴി അവരുടെ സുഹൃത്തുക്കളാക്കുക എന്നതാണെന്നും പറയുന്നു. സ്നേഹത്തിലായിരിക്കുമ്പോൾ ഇഷ്ടികയിൽ പോലും താമരപ്പൂക്കൾ വിരിക്കാൻ സാധിക്കുമെന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, സ്നേഹം ആളുകൾക്കിടയിലുള്ള പാലമാണെന്നും നമ്മൾ സിൻസിയർ ആയിരിക്കുന്നതും ഒതൻറ്റിക് ആയിരിക്കുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടും പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ തെറ്റുകൾ കണ്ടുപിടിക്കുന്നവരെ പേടിക്കേണ്ട കാര്യമില്ലെന്നും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് സ്നേഹിക്കാതിരിക്കുന്നതാണെന്നും പറയുന്നു. മറ്റൊരു വലിയ പാപമായിട്ട് ഇതിൽ പറയുന്നത് മറ്റുള്ളവരെ വെറുക്കുക എന്നതാണ്. മറ്റുള്ളവരെ അവഗണിക്കുന്നതും ഒരു പാപമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ മോചനത്തിലേക്കുള്ള, നമ്മുടെ പാപങ്ങളിൽ നിന്നെല്ലാം ഉള്ളൊരു മോചനത്തിലേക്കുള്ള ഒരേ ഒരു വഴി പ്രണയമാണെന്നും പറയുന്നുണ്ട്.
തെറ്റുകൾ ചെയ്യുന്നത് ഒരു പാപമല്ലെന്നും എന്നാൽ ആ ഒരു തെറ്റുകൾ ആവർത്തിക്കുന്നതാണ് പാപമെന്നും പറയുന്നുണ്ട്. നമ്മൾ നമ്മളോട് തന്നെ സത്യസന്ധത പുലർത്തുന്നവരായിരിക്കണമെന്നും ഇതിൽ പറയുന്നുണ്ട്. മറ്റുള്ളവരുടെ വിഷമങ്ങളെയും വിചാരങ്ങളെയും കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നതും തെറ്റാണെന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നിയമം ദൈവം കണ്ണാടിയാണെന്നാണ്. അതായത് നമ്മൾ തന്നെയാണ് ദൈവം എന്നൊരു കാര്യമാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. സ്നേഹം ആളുകൾക്കിടയിലുള്ള ഒരു പാലമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം, നമ്മൾ ഏറ്റവും കൂടുതൽ അറിവ് സമ്പാദിക്കുമ്പോഴാണ് സത്യത്തിൽ നമുക്ക് എത്രത്തോളം നമ്മൾ അറിവില്ലാത്തവരാണെന്ന് മനസ്സിലാക്കുന്നത് എന്നതിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് നിയമങ്ങളാണ് ഇതിൽ വരുന്നത്. സത്യത്തിൽ സ്നേഹത്തിലൂടെയുള്ള ഒരു ആത്മീയമായിട്ടുള്ള യാത്രയാണിതെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഇതിൽ സ്നേഹത്തിനെ ഒരു ആത്മീയമായിട്ടുള്ള തലത്തിലേക്ക് ഉയർത്തുന്ന ഒരു പുസ്തകമാണ് ഈ ഒരു 40 പ്രണയ നിയമങ്ങൾ. ആ ഒരു യാത്രയിൽ നമ്മൾ അവസാനം എത്തിച്ചേരുന്നത് നമ്മളിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പുസ്തകം ഒരിക്കൽ വായിച്ചു നോക്കുക. വളരെ നല്ലൊരു പുസ്തകം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായവും വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായവും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ താങ്ക്